ഗൈസ് ഇപ്പൊ രണ്ടാമത്തെ കളിയിൽ ഒരു അടിപൊളി ഒന്നാമത്തെ ഗോൾ അടിച്ചുകൊണ്ട് കിച്ചിമോൻ മുന്നിട്ടിരിക്കുന്നു. ഇതാ സഫാൻ. അയ്യാച്ചൻ നിനക്ക് എന്താ പറയാനുള്ളേ? ഒന്നും പറയാനില്ല എന്ന് പറഞ്ഞുകൊണ്ട് എന്തും സംഭവിക്കാം. രണ്ടാമത്തെ കളി ഇവിടെ തുടങ്ങിയിരിക്കുകയാണ്. ഒരു ഗോൾ വഴങ്ങിക്കൊണ്ട് സഫാൻ. എന്തും സംഭവിക്കാം. ഈ കളി ജയിക്കുന്നത് സഫാൻ ആണെങ്കിൽ പിന്നെ മൂന്നാമത്തെ ഒരു കളി ഇവിടെ ഇല്ലാതാവുന്നു ഗൈസ്. കാരണം പെസ്സിലെ രാജാവായി സഫാനെ അംഗീകരിക്കുകയാണ് ഇവിടെ. ഗൈസ് ഒരു വമ്പൻ പിഴവ്, ഒരു ഗോൾ നഷ്ടമായിരിക്കുന്നു കിച്ചിക്ക്. എടാ ഇപ്പൊ ആരാണ് ഗോൾ അടിച്ചിരിക്കുന്നത്? കിച്ചില്ലേ? കിച്ചി 1, സഫാൻ 0. ഇതാ ഇപ്പൊ അടുത്തൊരു ഗോള് കിച്ചിമോൻ അടിക്കണ്ടായിരുന്നു, പക്ഷെ എന്ത് ചെയ്താൽ അത് പറ്റിയില്ല ഗൈസ്. എടാ ഓടിയോ ഓടിയോ. ആദ്യത്തെ കളി സഫാൻ ജയിച്ചു. പെനാൽറ്റി അടിക്കാൻ പറ്റില്ല. അവസാനം ഒരു ഗോള്, 5ാമത്തെ ഗോള്. ഇതേ ഇപ്പൊ കിച്ചുമോ ഗോൾ അടിച്ചിരിക്കുക. ഓടിച്ചില്ല. ഫ്ലാഷ് ഇരുട്ടത്തെ 1-0 ആണ് ഗൈസ് ഇപ്പോൾ ഗോൾ നില. ടൈം എത്രയാടാ? 36 മിനിറ്റ്. 40 മിനിറ്റിലേക്ക് കടന്നുകൊണ്ടിരിക്കുകയാണ്. ഇത് 3 കളി പരമ്പര കളിയാ. 3 കളി പരമ്പര. സഫാൻ ഇപ്പൊ ഒരു ഗോള് വഴങ്ങിയിരിക്കുക. ആദ്യത്തെ കളി സഫാൻ, പക്ഷെ അതില് കാര്യമില്ല. 2 കളി ഇനിയുണ്ടല്ലോ. ഇതാ രണ്ടുപേരും കളിയിൽ ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണ്. ആരാണ് പെസ്സിലെ അല്ലേ? കാത്തിരിക്കുകയാണ് പെസ്സിലെ രാജാവ് ആരാണെന്ന് അറിയാൻ വേണ്ടി. ആർക്കും പ്രവചിക്കാൻ പറ്റാത്ത ഒരു നിമിഷമാണ് ഗൈസ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. കണ്ണിലടിക്കില്ല. ഓ ഇതാ കിച്ചിമോന്റെ ആരാധകൻ പറയുന്നു കിച്ചിയുടെ കണ്ണിലേക്ക് സഫാന്റെ കണ്ണ് പ്രൊട്ടക്ട് ചെയ്യടാ. അങ്ങനെയാണ് പിന്നെ വീഡിയോ എടുക്കണം. കിച്ചിമോൻ 2, കലയന്താനി 2-1, 2-0. ഇത് ആദ്യത്തെ കളി 5-4 തോറ്റപ്പോൾ 6-4 തോറ്റപ്പോൾ അങ്ങനെയല്ല. ഇല്ല അത് വിട്ടുകൊടുത്ത ആ കേസ് പറഞ്ഞിട്ട് ഇല്ല. ഗോൾ അടിച്ച 2-0. അപ്പൊ സഫാൻ ഓർമ്മ അടിച്ചു. അല്ലേ നിങ്ങള് രോഷം കൊള്ളല്ലേ തന്നിരിക്കുന്നു. പെസ്സിലെ രാജാവിനുള്ളതാണ്. രാജാവിനുള്ളതാണ് 2. അല്ലെങ്കിൽ അല്ലേ ഒരു കിച്ചിമോന്റെ കണ്ണിൽ വെട്ടം തട്ടി കളിയിൽ ഡിസ്റ്റർബൻസ് ഉണ്ടാക്കാതെ കിച്ചിയുടെ ആരാധകൻ എടവേ മെയിൻ ഫണ്ടറിനോട് ചോദിച്ചു നോക്കണം ഗുണ്ടെപ്പ പൊട്ടിക്കണത്. ഫണ്ടർ പറയും ഗുണ്ടെപ്പ പൊട്ടിക്കണോ? ഇതാകെ ഒന്നും പറയാനില്ല എന്ന് പറഞ്ഞുകൊണ്ട് കളിയുടെ ആകാംക്ഷയിൽ അതെങ്ങനെ വേണമെങ്കിലും നിങ്ങൾക്ക് ഉൾക്കൊള്ളിക്കാൻ. അയ്യാച്ച ഇപ്പൊ നിനക്ക് എന്താ പറയാനുള്ളത്? കിച്ചിമോൻ 2 ഗോൾ. 3 കിച്ചിയുടെ ആരാധകൻ ഇതാ കൈപൊക്കിയിരിക്കുന്നു. 3-0. ഇതാ കഴിഞ്ഞ കളി 6 ഗോൾ അടിച്ചതിന്റെ ഒരു വീഡിയോയും കാണിക്കാതെ സഫാൻ അണഞ്ഞുകൊണ്ടിരിക്കുന്ന തീ പോലെ കത്തിക്കൊണ്ടിരിക്കുന്ന കിച്ചിമോൻ ഗോൾ അടിച്ചിരിക്കുന്നു ഗൈസ്. 1-3 തിരിച്ചു വരുമെന്ന് സഫാന്റെ ആരാധകൻ
പറയണ എന്താ പറയണ? സഫാൻ 2. ഇതാ അണയാൻ പോകുന്ന തീ ആളിക്കത്തുമെന്ന് പറഞ്ഞുകൊണ്ട് ഇതാ 2-3. ഇതാ ബ്രിട്ടാസിന്റെ അടുത്ത് രോഷാകുലനായി ഐവാൻ. സഫാനാണോ കിച്ചിമോനാണോ ആരെ ജയിക്കുമെന്ന് ഒരിക്കലും പ്രവചിക്കാൻ പറ്റാത്ത ഒരു മത്സരമാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. 2-3 ഗൈസ്. മത്സരത്തിന്റെ 67-ാം മിനിറ്റിലേക്ക് കടന്നുകൊണ്ടിരിക്കുന്നു. എന്ത് ആര് ജയിക്കുമെന്ന് ആരെ ഓടിച്ചേ? 4-2 കിച്ചിയുടെ ഇതാ 4 ഗൈസ്. 5ാമത്തെ ഗോൾ. ഇതാ 2 ഗോളിന് സഫാൻ, 3 ഗോളിന് സഫാൻ പിന്നിലായിരിക്കുന്നു ഗൈസ്. 5-2. ഇതാ സഫാൻ തിരിച്ചു വരുമോ? തിരിച്ചു മറി വന്ന് സഫാന്റെ ആരാധകൻ പുറകിലിരുന്ന് പറയുകയാണ് ഗൈസ് നമുക്ക് കളി നോക്കാം. അപ്പോൾ തിരിച്ചറിവ് മാറ്റി വെച്ചിരിക്കുന്നതാണ് പറയുന്നിരിക്കുന്നത്. 80 മിനിറ്റ് ആയി. 3 കളി പരമ്പര പാർട്ടായിട്ട് ഇടണ്ടാ. അയ്യോ ബ്രിട്ടാസ് പ്രതീക്ഷണം വരും. അപ്പത്തേനും എല്ലാവരും പോകും. കളിക്കല്ലടാവേ, കളിച്ചിട്ട് കാര്യമില്ലല്ലോ. നമുക്ക് ഇതിൽ എന്തെങ്കിലും ചെയ്യും. പെസ്സിന്റെ രാജാവ് ആരെ ഓടിച്ചേ? എടാ ആരെ കളിച്ചേ? 3. അപ്പൊ ഗോളടിച്ചതിന്റെ ഒരു ആവേശമല്ലോ ബ്രിട്ടാസേ. അതെയോ? അപ്പൊ അതേ 3 ഗോൾ അടിച്ചിരിക്കുന്നു. അടുത്ത ഗോൾ സഫാൻ അടിച്ചിരിക്കുന്നു ഗൈസ്. ഒന്നും കാണത്തില്ല. അല്ലെ കിച്ചിയുടെ മോന്റെ കണ്ണിലേക്ക് വെട്ടമടിക്കാതെ ഒരു ക്ലോസ് എടുത്തോട്ടെ. അളിയ കിച്ചിയുടെ തലയിൽ വെട്ടടിക്കണതിന് കുഴപ്പമില്ലല്ലോ. ഇല്ല ബുദ്ധി പോകും ഗൈസ്. അപ്പോൾ ഗോള് നമുക്ക് കാണത്തില്ല. ജയിച്ചോ? ഇതാ 1-1. അടുത്തളി ഇങ്ങനെ അടുത്തളി ഇങ്ങനെ ഇതാ പ്രദക്ഷിണം വരുമ്പോൾ നമുക്ക് പോണേ. റിസൾട്ട് ഒന്നും ഇതിനകത്ത് കാണത്തില്ല. 3-5 മാർട്ടിൻ MGJ ജയിച്ചിരിക്കുന്നു. 1-1. അടുത്ത പരമ്പര ഇതാ ഇവിടെ. പരമ്പരയ്ക്ക് ഗുണ്ട് പൊട്ടിക്കുന്നതായിരിക്കും. തോറ്റവന്റെ ഇല്ല സഫാനില്ല. എവിടെ തൊഴിലിക്കാം ഈ ഒരു കളി ജയിച്ച സഫാന്റെ പെസ്സിലെ രാജാവെന്നുള്ള ഒന്നും വേണ്ട. അതിലും വലിയ കാര്യം അവിടെ. ലാസ്റ്റ് കളിയിലേക്ക് ഇതാ അടുത്ത പരമ്പര ഗൈസ്. അപ്പൊ അടുത്ത പാർട്ട് 3 ആയിട്ട് നമ്മൾ വരുന്നതായിരിക്കും ഗൈസ്. അടുത്ത പാർട്ട് 3 ആയിട്ട് വരുന്നതായിരിക്കും. ലാസ്റ്റ് കളി. അപ്പൊ പെസ്സിലെ രാജാവ് ആരാണെന്ന് നമുക്കറിയാം ഗൈസ്.